മേഘമൽഹാറിൻ്റെ സെറ്റ്സിലാണോ സംയുക്ത ചേച്ചിയായിട്ടുള്ള ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത്? ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മഴ ഒരുമിച്ച് ചെയ്തു, മധുരോമ്പരക്കാറ്റ് ഒരുമിച്ച് ചെയ്തു, മേഘമൽഹാർ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ ഒരു വർഷത്തെ സ്പാനാണ്. ഇപ്പോൾ സംയുക്തയും തൃശ്ശൂരിൽ നിന്നാണ്, ഞാനും തൃശ്ശൂരിൽ നിന്നാണ്. രണ്ടുപേരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇപ്പോൾ കൂടുതൽ അടുത്തറിയാൻ ഈ 3 സിനിമകളിലൂടെ പറ്റി. മേഘമൽഹാർ ആയപ്പോഴേക്കൊക്കെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായി എന്ന് പറയാം. ആ രീതിയിൽ അപ്പോൾ അത് അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം മാരേജ് ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുഖത്തോട് മുഖം നോക്കി അഭിനയിക്കാൻ കുറച്ച് പാടായി തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ പലപ്പോഴും പല ടേക്കുകളും എടുക്കുന്നുണ്ട്. കമൽ സാറ് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ മുഖത്തോട് നോക്കി ചിരി വരുന്നൊരവസ്ഥയുണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ പാടായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റൻ. ബാക്കി സെലിബ്രിറ്റി കപ്പിൾസിനെ പോലെ ദിലീപ് ഏട്ടനും മഞ്ജു ചേച്ചി, ജയറാമേട്ടൻ, പാർവതി ചേച്ചി, അതുപോലെ തന്നെയാണോ ബിജു ഏട്ടനും സംയുക്ത ചേച്ചിയും കമൽ സാറിൻ്റെ അതേ സെറ്റിൽ വരുന്ന ഒരു നിമിത്തമായി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതെല്ലാം കോയിൻസിഡൻസ് ആയിരിക്കാം. കാരണം ജയറാം, പാർവതി അവരുടെ ഒരു ഇഷ്ടം തുടങ്ങുന്നതും കമൽ സാറിൻ്റെ സെറ്റിൽ നിന്നാണ്. പിന്നെ മഞ്ജു, ദിലീപ് അവരുടെ റിലേഷൻ തുടങ്ങുന്നത് കമൽ സാറിൻ്റെ സെറ്റിലാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെയും ഒരു നിമിത്തം പോലെ സംഭവിച്ചതെന്ന് അറിയില്ല. ഇപ്പോൾ 3 പേരെയും കമൽ സാറിൻ്റെ നായികമാരായിട്ട് കിട്ടി. 3 നായകന്മാരും ഒരേമാതിരി വിവാഹം ചെയ്യും. 3 പേരും ദൈവാനുഗ്രഹിച്ച് സന്തോഷമായിട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഒരു കോയിൻസിഡൻസ് ആണ്. എന്തായാലും ഇത് കമൽ സാറിൻ്റെ സെറ്റ് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ. ബിജുവേട്ടൻ എങ്ങനെ റൊമാൻറ്റിക്കലി സംയുക്ത ചേച്ചിയോട് പ്രപ്പോസ് ചെയ്തത് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓ, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയില്ലേ. ഞാൻ പറയില്ല, ഞങ്ങളുടെ അങ്ങനെ ഒരു പ്രപ്പോസൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു അടുത്തറിയാന്ന് പറയില്ല. 1 വർഷത്തോളം നമ്മൾ ഒരുമിച്ച് സിനിമകൾ ചെയ്യും, അടുത്തറിയും. പിന്നെ നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് മീഡിയയിലാണ് അതിനെപ്പറ്റി ന്യൂസുകൾ വരും. അപ്പോഴാണ് നമ്മൾ ശരിക്കും അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയത് തന്നെ. ആ രീതിയിൽ പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടാന്നുള്ള ആഗ്രഹിക്കുകയും അപ്പോഴേക്കും ഫാമിലി ടു ഫാമിലി അറിയാം. അത് ചിലപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പറയുമോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. മലയാളം സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ഇഷ്ടമല്ലാത്തതും ആയ കാര്യം എന്താണ്? മലയാള സിനിമയുടെ ലാളിത്യമാണ് മലയാള സിനിമയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ആദ്യം തൊട്ട്. കാരണം ഇപ്പോൾ നമുക്കത് കുറേ നഷ്ടമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കൂടുതലും പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ ചെയ്യുന്നൊരു സ്റ്റേജാണ്. കാരണം പ്രേക്ഷകർ ഇപ്പോൾ സീരിയസ് സിനിമകൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരാത്തൊരു രീതിയിലാണ്. ആൾക്കാർക്ക് കുറച്ച് നർമ്മമൊക്കെ കലർത്തി പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുള്ളൂ. അതിപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതുപോലെ നല്ല സിനിമകളും പ്രേക്ഷകർ കാണണം ആ രീതിയിൽ. കാരണം ഒരു 80s 90s സിനിമകൾ നമുക്ക് കണ്ടാൽ നമുക്കറിയാം അത്രയും നല്ല സിനിമകൾ മലയാളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ സിനിമ ആൾക്കാർ ആലോചിക്കാത്തതിൻ്റെ കാര്യം പ്രേക്ഷകർ അത്തരം സിനിമകളോടൊരു താല്പര്യം കാണിക്കുന്നില്ല. ആ രീതിയിൽ താല്പര്യം കാണിക്കുകയും സിനിമകൾ ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കപ്പാസിറ്റിയുള്ള തിയേറ്റേഴ്സാണ്. അപ്പോൾ ഒരു നല്ല സിനിമ, ഒരു ചെറിയ സിനിമ വരുമ്പോൾ പ്രേക്ഷകർ കുറയുന്ന സിനിമയ്ക്ക് 1 ദിവസമോ 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് തിയേറ്ററിൽ പിടിച്ചു നിർത്താൻ പറ്റാറില്ലേ. അപ്പോൾ ഇപ്പോൾ എറണാകുളത്തെ കൂടുതൽ ചെറിയ കൊച്ചു തിയേറ്റേഴ്സ് വരുമ്പോൾ ആ സിനിമ നമുക്ക് കുറച്ചും കൂടെ നാൾ പിടിച്ചു നിർത്താൻ പറ്റും, കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും, അതിനുള്ള സമയം കിട്ടും. അപ്പോൾ ആ രീതിയിൽ നല്ല സിനിമകൾ മലയാളത്തിലുണ്ടാവണമെങ്കിൽ പ്രേക്ഷകരും കൂടെ ആ രീതിയിൽ ഒരു താല്പര്യം കാണിച്ചാൽ തീർച്ചയായിട്ടും വരും. കാരണം ഇപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ ചിന്തിക്കാത്ത അത്തരം സിനിമകൾ. അപ്പോൾ ഞാൻ ആ രീതിയിൽ പറഞ്ഞാൽ പ്രേക്ഷകർ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. ആ രീതിയിൽ മലയാള സിനിമയുടെ ക്വാളിറ്റി ഡിറ്റീരിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ക്വാളിറ്റി മീൻസ് എന്താ, നമ്മൾ ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ മാത്രം നമ്മൾ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പല ഏരിയകളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഒരു ആളെ ലക്ഷ്യമാക്കി മാത്രമാണ് സിനിമ. അതിൽ കുറച്ച് നർമ്മം വേണം, അതിൽ പാട്ടുകൾ വേണം, ഡാൻസ് വേണം, ഫൈറ്റ് വേണം, അങ്ങനെ എല്ലാം ഒരു ചേരുവകൾ വേണ്ടി കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കഥയായിട്ട് മാറും. മറ്റേ നമ്മളൊരു കഥ സിനിമയാക്കുക, അപ്പോൾ ആ കഥയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇത് നമ്മൾ ഒരുപാട് കോംപ്രമൈസസ് ഉണ്ട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ ഒരു ജെനുവിൻ സിനിമ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാനിപ്പോൾ വളരെ പാടാണ് ചെയ്യാൻ. ബിജുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സൗണ്ടാണ്. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ് സൗണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറയാം. അതായത് എൻ്റെ അച്ഛൻ്റെ ശബ്ദമാണ്. എൻ്റെ അച്ഛൻ്റെ ഇതിനൊക്കെ ഭയങ്കര ശബ്ദമാണ്. അച്ഛൻ്റെ ഗിഫ്റ്റാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ സിനിമയിൽ എനിക്കത് പല രീതിയിലും ഗുണം ചെയ്യുന്നുണ്ട്. പല കഥാപാത്രങ്ങളും നമുക്ക് ശബ്ദത്തിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താം, പല സീൻസും. ആ രീതിയിൽ സിനിമയിൽ എനിക്ക് ഈ ശബ്ദം വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്.